എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 88. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന് ആദ്യം തന്നെ ഷിയോയും ടൈൻഹുവിന് സോൾ പവർ കൊടുത്ത് മറ്റേ പിൽസ് ഉണ്ടാക്കി മാസ്റ്ററിനെ റിവൈവ് ചെയ്തല്ലോ, അതുപോലെ കൊടുത്ത് ഉണർത്തി. നീ കൊള്ളാലോ, അവനെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി പറയുമ്പോൾ ഞാൻ ജസ്റ്റ് സഹായിച്ചെന്നേ ഉള്ളൂ. ഇനി ടൈൻഹുവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഷിയോയിൻ. അപ്പോൾ ഷിയോയിൽ പെട്ടെന്ന് വന്നിട്ട് ലിറ്റിൽ ഫെയറിനെ പറ്റി പറയുകയാണ്. നോക്കിയാൽ അവൾ താമസിക്കുന്ന സ്ഥലം മുഴുവൻ വെയ്ഫുൾ പോയിസൺ അതുകൊണ്ട് നിറഞ്ഞു. ഇത്രയും നാൾ ഷിയോയിൻ എന്താണ് തടയാനായിട്ട് നോക്കിയത്, അത് തന്നെ വെയ്ഫുൾ പോയിസൺ അവളെ ഹർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരികയാണ്. എൽഡർ ക്യൂവാൻ അത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഒരു ഷീൽഡ് വെച്ച് മാക്സിമം തടയുകയാണ്. ഷിയോയിൻ അവിടെ എത്തുമ്പോൾ അവനോട് അത് പറയുന്നു. വേറൊന്നും നോക്കിയിട്ട് അകത്ത് കയറിപ്പോയി. അവന് ഹെവൻലി ഫ്ലെയിം ഉണ്ടല്ലോ, അവളാണെങ്കിൽ പോയിസൺ അറ്റാക്കിൽ തന്നെ കിടക്കുകയാണ്. ഷിയോയിൻ ഓടി വന്ന് അവളെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് അവളുടെ ബോഡിയിൽ പൂർണ്ണമായിട്ട് പോയിസൺ അഫക്റ്റ് ആയി. ഇനി കുറച്ച് ടൈം കൂടി കഴിഞ്ഞാൽ ഹാർട്ട് ലോഗും അതോടെ അൺകോൺഷ്യസ് ആകും, ഡെഡും ആകും. ഇഷിയാന് ബോധം വരുമ്പോൾ അവനെ കണ്ട് പോകാനായിട്ട് പറയുന്നു. എന്നാൽ അവന് പോകില്ലല്ലോ, ഹെവൻലി ഫ്ലെയിം ഉണ്ട്, കുഴപ്പമില്ല. അവനോട് ഞാൻ കുറച്ച് നാട് മാത്രമാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്നേ, അന്നും ഇന്നും മാത്രമാണ് നീ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടിരുന്നത്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. നീയാണ് എൻ്റെ ആദ്യത്തേതും അവസാനത്തെയും ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവൻ മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നു. അവളെ മേഴ്സി കാണിക്കണ്ട, വേദനയോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയണം. അവൾക്കൊന്നും വരില്ല, എന്തെങ്കിലും വഴി കാണും എന്ന് പറഞ്ഞ് ആലോചിക്കുന്നു. അവൾക്ക് വേറൊരാളിൽ നിന്ന് കെയർ കിട്ടുന്നതിൽ ഹാപ്പിയുണ്ട്. ഈ കുറച്ച് ടൈം കൊണ്ട് തന്നെ പിൽസ് ഉണ്ടാകാൻ അത് കഴിയില്ല. കാരണം മെയിനായിട്ട് വേണ്ടത് 7th ലെവൽ പോയിസൺ, ആ സ്കോർപ്പിയൻ ഡ്രാഗൺ കോർ, മോൺസ്റ്റർ കോർ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേറെ വഴിയില്ല. അങ്ങനെ നിൽക്കുകയാണ് പോയിസൺ ബോഡിയോ എന്ന് ടൈൻഡോ അതിനെപ്പറ്റി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇതേപോലെ ഒരാളെ എനിക്കറിയാം. ഞാൻ ഒരു സീക്രട്ട് ടെക്നിക്ക് അത് വെച്ചൊന്ന് സീൽ ചെയ്തിട്ടുണ്ട്, ഏകദേശം 3 വർഷം. എന്നാലെന്ന് പറയുമ്പോൾ തന്നെ വേറൊന്നും ആലോചിച്ചില്ല, അത് പഠിപ്പിച്ചു തരാനായിട്ട് പറയുന്നു. ഷിയോയിന് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആവുന്നത് കൂടി വരുന്നു. ഷിയോയിൻ അവളോട് വന്നിട്ട് എനിക്ക് ആ സീല് അത് കിട്ടി, ആ പോയിസൺ സീൽ ചെയ്യാൻ കഴിയും, ആ മെത്തേഡ് ചെയ്യാമെന്ന് പറയുകയാണ്. അത് കേട്ട് അവൾക്കാണെങ്കിൽ ചെറിയൊരു ഹാപ്പി. എന്നാൽ പ്രശ്നം അവളുടെ പോയിസൺ അത് അവനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ കെയർഫുൾ ആവണം. അവൾക്ക് ടെൻഷൻ ആകുമ്പോൾ അവളോട് കിടക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവൾക്ക് വേദന കുറച്ചു നേരം ഉണ്ട്, അത് പിടിച്ചേൽക്കാനായിട്ട് പറയുന്നു. അവളുടെ വിരല് തന്നെ കടിക്കണം. അവൻ ആ ഗ്രീൻ ഫ്ലെയിം ഉപയോഗിച്ച് ഒരു ഫോർമേഷൻ അത് വരയ്ക്കുന്നു. കൈകാലം മുതൽ എല്ലായിടത്തും ആ ഫോർമേഷൻ അത് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഫോർമേഷൻ അതിനുശേഷം അത് സീല് അത് ചെയ്യാനായിട്ട് തുടങ്ങി. എല്ലാം നല്ല രീതിയിൽ പോവുകയാണ്. എന്നാൽ അധികം നേരം അങ്ങനെ കഴിയില്ല. അവൾക്ക് ഇപ്പോൾ ആശ്വാസമായി. അപ്പോൾ തന്നെ അവളുടെ വേഫുൾ പോയിസൺ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സീല് ചെയ്യുന്നതിന് മുൻപേ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്തല്ലോ എന്ന് ഷിയോയിൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ആ പോയിസൺ അവനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. ഹെവൻലി ഫ്ലെയിം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുമെങ്കിലും അവന് ഉള്ളിലേക്ക് കയറുകയല്ല ചെയ്യുന്നത്. വെളിയിലാകട്ടെ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ഫെയിലാകാൻ പാടില്ല എന്ന മൈൻഡിലാണ് അവൻ ചെയ്യുന്നത്. അവസാനം അത് കംപ്ലീറ്റ് ആയി. അതിൻ്റെ ലൈറ്റ് അത് പുറത്തേക്ക് പോകുന്നു. പല സ്ഥലത്തു നിന്നുള്ള ലൈറ്റ് കത്തി. അതുപോലെ തന്നെ ആ പോയിസൺ അത് ഇല്ലാതായി. അത് ക്യൂവാനും മനസ്സിലായി. അവിടെ നിന്നുള്ള എനർജി അത് അവളിലേക്ക് വരാനായിട്ട് തുടങ്ങി. അതായത് അവൾ ലെവലപ്പായി എന്ന്. അവൾക്ക് അപ്പോൾ ഒരു ആശ്വാസം പോലെ ആ ഫോർമേഷൻ അത് പൂർണ്ണമായിട്ടും അവളുടെ പോയിസൺ അത് കൺട്രോൾ ചെയ്തു എന്ന പോലെയാകണം. അവൾക്കതിനെ മാറ്റാം, അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഷിയോയിനെ നോക്കുമ്പോൾ അവൻ്റെ പോയിസൺ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്തു. വേറൊന്നും നോക്കിയില്ല, ലിപ്പ് കൊടുത്ത് ആ പോയിസൺ അതെടുത്തു. എന്നെഴുതി കിസ്സൊന്നും ചെയ്തില്ല. അവന് ഉണരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉണരുമ്പോൾ അവനോട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കണം. അവ ആദ്യം ചോദിക്കുന്നത് അവളുടെ പോയിസൺ അത് കൺട്രോളായി എന്നാണ്. അതേ 2-3 വർഷം ഇനി കുഴപ്പമില്ല, അവൻ ആ സമയം മതി മോൺസ്റ്റർ കോർ കിട്ടാൻ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് വെളിയിലേക്ക് പോകുമ്പോൾ എൽഡർ ക്യൂവാൻ അവിടെ തന്നെ ഉണ്ട്. എല്ലാം നോർമലാക്കി ഈശ്വന്റെ ലെവല് കൂടിയെന്ന് മനസ്സിലാക്കി. അവൾക്കിപ്പോൾ ഡൗസോങ് 5 സ്റ്റാർ ആണ്. യങ് ജനറേഷൻസ് അല്ലേ ഇനി ഇവിടെ ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഷൗലി ഷിൻലാനൊക്കെ എത്തിയത്. അവന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അവൾ കൈ കാണിക്കുമ്പോൾ ഞാൻ മറന്നിട്ടില്ല ഒരു കാര്യം കൂടിയുണ്ട്, ഇമ്പോർട്ടൻ്റ്. പിന്നെ കാണിക്കുന്നത് ഒരു പീസ്ഫുൾ ആയ ഒരു സ്ഥലം. ഷിയോയൻ അവൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 7th ഗ്രേഡ് ഫ്യൂച്ചർ സ്കില്ലാണ്, സോൾ ഫ്യൂച്ചർ സ്കില്ല്. അവനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരും. അതുകൊണ്ടാകണം ഇങ്ങനെ ഒരു സ്ഥലം അത് എടുത്ത് എന്ന് പറയുകയാണ്. അവനും ഗ്രീൻ ഫ്ലെയിം ഹെർബൽസ് ഒക്കെ ഒരുമിച്ച് എടുത്ത് ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ ടെക്നിക്ക് തന്നെ ഒരേ ടൈമിൽ എല്ലാം അതിനാവശ്യമായ രീതിയിൽ ഫ്ലെയിം കൊടുത്ത് ചെയ്യുന്നത്. ഈ പിൽസിന് വേണ്ടി ഒരു ഏൻഷ്യന്റ് ബ്ലഡ് ലൈനിലുള്ള ഒരു ബ്ലഡ് അത് കൊടുക്കണം. ആ പില്ലുണ്ടാക്കാൻ അത് തന്നെ കൊടുക്കണമെന്നില്ല. അവനെടുത്ത് ആ മോൺസ്റ്റർ കോർ, ആ ഫോണിക്സ് ഡ്രാഗൻ്റെയോ അതിൽ ആ ബ്ലഡ് അത് കൊടുക്കുന്നു. അങ്ങനെ നിൽക്കുകയാണോ നോർമലായി പോകുന്നത്. എന്തൊരു മാറ്റം പോലെ, എന്തൊരു പ്രസൻസ് അവിടെ വരുന്നു. നോക്കുമ്പോൾ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നു ആ ബീസ്റ്റ്. എനിക്കിപ്പോഴും സംശയമുണ്ട്, ഇത് ഫോണിക്സ് ആണോ ഡ്രാഗൺ ആണോ എന്ന്. അതുകൊണ്ട് നീ ഡെഡായതല്ലേ, അതാകട്ടെ ഒരു പ്രഷർ കൊടുക്കുന്നു. എൻ്റർ ക്യൂവാനോട് എന്ത് ചെയ്യും എന്ന് നിശ്ചയം ചോദിക്കുമ്പോൾ പുറത്തുള്ളവർക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പിൽസ് അതില്ലാതാകും എന്ന് ഷിയോയിൻ വിചാരിക്കണം. എന്നാൽ ചെയ്യാൻ ഇതേത് ജീവി എന്ന് പറഞ്ഞിട്ട് അവളെ ഹാൻഡ് ഗ്ലൗസ് അത് വെച്ച് ഒറ്റയടി അത് അതോടെ ഇല്ലാതായി. അടിപൊളി, ഇത് ബ്ലഡ് ലൈനിലുള്ളതാണ്, ഏതാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് പിന്നും വന്നു.
അവളുടെ ബ്ലഡ് അത് കൊടുക്കുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ആ ബീസ്റ്റിനേക്കാൾ പവർഫുൾ ആണ്. അവനും ചെയ്തു നോക്കി, അതേപോലെ തന്നെ സംഭവിച്ചു. അതോടെ ആ ബീസ്റ്റ് പൂർണ്ണമായിട്ടും ഇല്ലാതായി. സിയാൻ എന്തുകൊണ്ട് ആ ബീസ്റ്റ് അതിനെന്തോ ഒരു ഫെമിലിയർ ആയിട്ട് തോന്നുന്നു എന്നതേ പോകെ കാണാൻ. ഒരു കാര്യം ഉറപ്പാണ്, അവളുടെ ഡ്രാഗൺ ഫോം അതുമായിട്ട് ആ വന്ന ബീസ്റ്റിന് എന്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ചിലപ്പോൾ ക്ലോസ് ആകാം, ചിലപ്പോൾ എനിമിയാകാം. അതൊക്കെ പോകെ അവൻ മനസ്സിൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കുകയാണ്. അത് ക്യൂൻമേഡ്സിന് വേണ്ടി തന്നെയാണ്. 2 വർഷത്തെ പ്രോമിസ് അത് നമുക്ക് മനസ്സിലാകാമല്ലോ. അതോർത്ത് മൈൻഡൊക്കെ റിലാക്സ് ആക്കി. അപ്പോഴാണ് അവനിൽ എന്തോ ഒരു മാറ്റം വരുന്നത്. അവിടെ ഒരു ഫീൽഡ് അതുണ്ടായി. അതുകൊണ്ട് പിൽ സ്പിരിറ്റ് റിലമോ റിയൽമോ എന്തോ ആട്ടെ അത് പറഞ്ഞ് ഷോക്ക്. അതിനേക്കാൾ ഈസിയാൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്. ഈ പിൽ സ്പിരിറ്റ് റിലം എന്താണെന്ന ഒരു മിസ്റ്റീരിയസ് ആയ ഒരു കണ്ടീഷനിലാണ് അത് വരുന്നത്. അതൊരു റെയർ ആയതാണ്. സ്പിരിച്വൽ പവർ വിത്തൗട്ട് ലിമിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ആ ഉണ്ടാക്കുന്ന പിൽസ് അത് 100% സക്സസ് റേഷ്യോ ആകുകയും ചെയ്യും. അതൊരു സാധാരണ ഒരാൾക്ക് മിസ്സിന് കഴിയുന്ന ഒന്നല്ല. അവന് വരാൻ കാരണം മേ ബി 7th ഗ്രേഡ് പിൽസ് ആയിട്ട് പോലും അവൻ മനസ്സ് റിലാക്സ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടോ വേറെന്തെങ്കിലും കാരണം കൊണ്ടോ ആവാം അത് ആ പിൽസിലേക്കും പോകുന്നു. അങ്ങനെ നിൽക്കുകയാണ് ആകാശത്തെ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നത്. അക്കാഡമിയിലുള്ള എല്ലാവർക്കും അത് മനസ്സിലായി. കിങ്ങും ബായി പോലും ഈ കാലാവസ്ഥ ഒരുപാട് നാൾക്ക് ശേഷമാണ് വരുന്നത്. എൽഡർ ക്യുവാനെ പോൽ തണ്ടർ പില്ലോ സിയോയും കണ്ടിട്ട് തണ്ടർപ്പിൽ മാസ്റ്റർ എന്ന് പറഞ്ഞിരുന്നു. ഒരാൾക്കമിസ്റ്റിന് വരുന്ന ഹോണറാണ് ഇതൊന്നും. എന്നാൽ അത് കാണാൻ മാസ്റ്റർ ഇപ്പോൾ കൂടെയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കാനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇതെന്താണെന്ന് ഒരു നാച്ചുറൽ ലൈറ്റനിങ് കലാമിറ്റിയാണ്, ഒരു പ്രതിഭാസമാണ്. 7th ടയർ മുതലുള്ള പിൽസ് അത് ഉണ്ടാക്കുമ്പോൾ വരുന്ന ഒന്നാണ്. ഹെവൻ ആൻഡ് എർത്ത് നിന്ന് നാച്ചുറലായിട്ട് വരുന്ന ഒരു ടെസ്റ്റ് പോലെയാണ്. ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ടോയെന്ന് നോക്കിയാൽ കണ്ടിട്ടുണ്ടായിട്ട് തോന്നുന്നില്ല. അതിൽ നിന്ന് വരുന്ന ലൈറ്റനിങ് അത് അബ്സോർവ് ചെയ്യാൻ കഴിയും എന്നേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ വരുന്നത് ഒരാൾക്കമിസ്റ്റ് അത്രയും ടാലന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പൈതപൈ ടെസ്റ്റ് തുടങ്ങി. ഫസ്റ്റ് തന്നെ പുതിയ റോളർ ടെക്നിക്ക് അത് ഉപയോഗിച്ച് അതിനെ എതിർത്തു. അതുകൊണ്ട് എൽഡർ ക്യുവാനാകട്ടെ അതിശയം. രണ്ടാമത്തേത് പറയുമ്പോൾ പിന്നെ ലൈറ്റനിങ് വരികയാണ്. അതിന്റെ മൗണ്ടൻ സ്കില്ല് അത് വെച്ച് തടഞ്ഞു. പിന്നെ ഒന്നുകൂടിയുണ്ട് അവസാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പവർ തീർത്ത് ഒരു വലിയ ടെസ്റ്റ് തന്നെയാണ്. കണ്ടപാടെ അവർ ഷീൽഡ് വെച്ചൊക്കെ സെറ്റാക്കി ഒരുപാട് മിന്നലും ഒക്കെ ചേർന്നു വലിയൊരു പവർ അവന് നേരെ വരുന്നു. എന്നാൽ അതുകൊണ്ടൊരു പുഞ്ചിരി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസ് സെൻറ്റർ പോലെ സിയോയും ഡോൾ ടെക്നിക്ക് വെച്ചുണ്ടാക്കിയ അവന് വേണ്ടി വർക്ക് ചെയ്യുന്ന പപ്പറ്റ് അതുകൊണ്ട് സ്കൈ ഡീമൻ പപ്പറ്റോ അത് നിഷൻ അല്ല എർത്ത് ഡീമൻ പപ്പറ്റ് അല്ലാകട്ടെ ഒറ്റ സെക്കൻഡിൽ അവിടെ ഫോർഡ് ഉണ്ടാക്കി ലൈറ്റനിങ്ങിനെ അതിലേക്ക് അബ്സോർവ് ചെയ്യുന്നു. ആ പപ്പറ്റിലേക്ക് ഡീമൺ ക്വസ്റ്റിന്റെ ബോഡി പ്രൊട്ടക്റ്റർ ഡൈൻ്റെ സോള് 7th ഹൈ ലെവൽ മോൺസ്റ്റർ കോർ അതുകൂടി ചേർന്ന് റിഫൈൻ ചെയ്തുണ്ടാക്കിയ ഒരു 6th സ്റ്റാർ ഡൗസോങ് ലെവലുള്ള എർത്ത് ഡീമൺ പപ്പറ്റാണത്. അത് സിയോയൻ പറയുന്നത് കമാൻഡ് ചെയ്ത് പോകുന്നത് പോലെ. എന്നാൽ ഇതൊന്നുമല്ല, സിയോയൻ മനസ്സിൽ തന്നെ ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ഒന്ന് വരും. കമാൻഡിൻ്റെ ഒരാവശ്യമില്ല, അതൊക്കെ പോകെ കാണാം. സോളായിട്ട് ഇപ്പോൾ ടൈൻഹു ഫോമായിട്ട് എർത്ത് ഡീമൺ പപ്പറ്റി 2 ഡൗസോങ് വുമൻസ്. ഇപ്പോൾ സിയോയൻ അവന് പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ആ സോൾ ഫ്യൂഷൻ സ്പില്ലുണ്ടാക്കി മനസ്സിൽ കൈലിൻ അല്ല ചൈലിൻ ക്യൂൻമേഡ് സാർ ഈ പില്ല് മതിയാകും. എനിക്കിനി സെൻട്രൽ പ്ലെയിനിലേക്ക് പോകണം. എനിക്ക് വേണ്ടി 2 പേര് കാത്തിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ ക്യൂൻമേഡ് സാറിനെ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് പ്രഗ്നൻ്റ് ആണോ എന്ന പോലെ സംശയം. എന്നിരുന്നാലും ഇതോടെ ഈ ഈ മുഖം ഫേസ് ഉള്ള സിയോയൻ തീർന്ന് എന്തുകൊണ്ടാണെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. അതോടെ ബ്ലാക്ക് കോർണർ റീജിയനിലെ കാര്യങ്ങളും അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരാവശ്യത്തിന് മാഗ്മ വേൾഡിൽ നിന്നും വന്ന ആ സ്ട്രോങ് കില്ലിംഗ് ഓറ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വരും. അതൊക്കെ അവസാനത്തോടെ അടുക്കുമ്പോൾ മാത്രമാണ് എന്നത് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കിട്ടിയാൽ ഓക്കെ ബൈ.